അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. സാരി ലുക്കാണ് ചെയ്യുന്നത്. ഈ ഒരു മെറൂൺ സാരിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിൻ്റെ ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു റെഡ് ബ്ലൗസ് തന്നെ കൊടുത്താലോ എന്ന് ആലോചിക്കാറുണ്ട്. ബെറ്റർ ഏതായിരിക്കും എന്നറിയില്ല. നമുക്ക് ഫുൾ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സാരി എടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ബ്ലാക്ക് ബ്ലൗസ് വേണോ അതോ റെഡ് വേണോ എന്ന്. സോ അതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട്. ട്രഡീഷണൽ ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ നമുക്കിത് ഈ റോസൊക്കെ വെച്ച് ചെയ്യണം എന്നായിരുന്നു. ബട്ട് റോസൊക്കെ ഫുള്ള് ഉണങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ഉണങ്ങിയ പാകം കളഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെയെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഫുള്ള് പിമ്പിൾസ് വന്നിരിക്കണം. പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്ട് നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പൗഡർ ജസ്റ്റ്, പിന്നെ കൺസീലർ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ണിൻ്റെ ഭാഗം ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറാൻ കൺസീലർ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പോഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ അത് വരുന്നുണ്ട്. അത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വരുന്നത്. കുഞ്ഞു കുഞ്ഞു ഊട്ടുകൾ പോലെ നമ്മളത് ഈ കണ്ണിന് താഴെ മൂക്കിൻ്റെ ഈ സൈഡിൽ അവിടെ വരുന്നത്. പരമാവധി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരുന്നതിന് നമുക്കത് പോഴ്സ് അങ്ങനെ വരില്ല. ഞാനിപ്പോഴാണ് വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് അങ്ങനെ പോഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻസ് വല്ല വെഡിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. അല്ലാതെ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്ത്, ഇപ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. സിമ്പിളല്ല ഉദ്ദേശിച്ചത്, ഒരു മീഡിയം കവറേജ് തരുന്നതായാലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അത് യൂസ് ചെയ്തിരിക്കുക. കാരണം പോഴ്സ് വരുന്നുണ്ട്. അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ സ്കിൻ ഇപ്പോൾ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. സോ അതുകൊണ്ടാണോ എന്നും അറിയില്ല. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പോൺസിൻ്റെ ഹൈലറോണിക് സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഇത് നമുക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിവയുടെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്താൽ മതി. നല്ലതായിട്ട് സ്കിൻ മോയ്സ്ചർ ചെയ്യും. അതേപോലെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ ആയിട്ടുള്ള മോയ്സ്ചറൈസറും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അത് റിമൂവ് ചെയ്യുമ്പോൾ സ്കിൻ അത്ര ഡ്രൈ ആക്കില്ല. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഹെവി മേക്കപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അതായിരിക്കും. വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാറാണ് പതിവ്. ഇപ്പോഴാണ് കറക്റ്റ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് കൊടുക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പിന്നെ ചൂട് കാരണം ചിലപ്പോൾ ഞാൻ ഫാൻ ഇടാം. അപ്പോൾ ഫാനിൻ്റെ ഒരു നോയ്സ് ഉണ്ടാവും. സോ എല്ലാവരും ഒന്നത് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ചൂടൊട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. സോ ഫാൻ ഇട്ടാലും AC ഇട്ടാലും സൗണ്ട് വരും. സോ ഇതിനകത്ത് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഫാൻ ഇടും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എപ്പോഴും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. എന്തിൻ്റെ ആണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ചൊരു സൺസ്ക്രീനാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാനിട്ട് കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിവ്യൂ പറയാം. ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. ഷോപ്പിൽ പോയി വാങ്ങിച്ചാണ് കേട്ടോ. ഇനി സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഞാൻ യുവിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് അത്ര റേറ്റിൻ്റെ വാങ്ങിക്കാതെ തരുന്നുണ്ടോ. ഇത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ആണ് തോന്നുന്നു. അപ്ലൈ ചെയ്ത് കുറച്ച് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അബ്സോർബ് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഈ സൺസ്ക്രീൻ കുറച്ച് വൈറ്റ് കാസ്റ്റ് ആണ്. സോ നമ്മൾ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് 10-15 മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ ഈ ഒരു വൈറ്റ് കാസ്റ്റ് അപ്പോഴേക്കും ഒന്ന് ഡിമ്മായി കിട്ടും. ഐ തിങ്ക് ഇത് ഒന്നും കൂടി ഓയിലി ആക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ബട്ട് ഇതിനകത്ത് മാറ്റ് ഫിനിഷ് ആണ് പറഞ്ഞത്. എനിക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് മാറ്റ് ഫിനിഷ് ആവും. ഇപ്പോൾ ഒരു ഓയിലി ലുക്കാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ
കറൻ്റ്ലി ഞാൻ കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓറഞ്ച് കറക്റ്ററും കൂടി യൂസ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്ക് കിട്ടും. കൺസീലർ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ക്യാമറയിൽ അത്ര ഭംഗിയില്ലെങ്കിലും റിയൽ നല്ല ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഷിമറി ഷെയ്ഡ്. ഇത് നമ്മൾ ലാഷസ് കേൾ ചെയ്യാനാണ് പോകുന്നത്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലാഷസ് ഉണ്ടാകും. എനിക്ക് ഓൾറെഡി ലാഷസ് ഉണ്ടെങ്കിലും ഇനി കുറച്ചും കൂടി നല്ല വിടർന്ന് ഭയങ്കര ലെങ്തനിങ് ആയിട്ടുള്ള ഒരു ലാഷസുകളാണ് എനിക്കിഷ്ടം. പിന്നെ ബ്ലഷ് യൂസ് ചെയ്യാം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ